അപ്പോൾ എല്ലാവരും കാത്തിരുന്ന ആ വലിയൊരു അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. SSCയുടെ ഭാഗത്തുനിന്ന് SSCയുടെ GDയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ SSC ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 5 5-ാം തീയതി നേരത്തെ ഒരു അപ്ഡേറ്റ് വന്നിരുന്നു. 5-ാം തീയതി SSC GDയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരും എന്നുള്ളത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് പ്രകാരമുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ SSC തന്നെ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. മുമ്പ് നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നത് ഓഗസ്റ്റ് 27-നായിരുന്നു ആദ്യം നോട്ടിഫിക്കേഷൻ വരാനിരുന്നത്. അപ്പോൾ അന്നൊരു അപ്ഡേറ്റ് പ്രകാരം SSC പറഞ്ഞിരുന്നത് അന്ന് വരാനിരുന്ന നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ 5 മാറ്റിയിട്ടുണ്ട് എന്നായിരുന്നു. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 5 ആ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ SSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ssc.gov.in അവൈലബിൾ ആണ്. അപ്പോൾ ഇന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവർക്കും അറിയാം, സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സുകളായ CRPF, BSF, ITBP, SSB, അതുപോലെ ആസാം റൈഫിൾസ്, SSF, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ, ഇതിലോട്ടൊക്കെയുള്ള കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻറ്റാണ് SSC GD റിക്രൂട്ട്മെൻറ്റ് എന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലോട്ട് നമുക്ക് പോവാം. അപ്പോൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ പ്രകാരം സെപ്റ്റംബർ 5, അതായത് ഇന്ന് മുതൽ ഒക്ടോബർ 14 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ. അപ്പോൾ ഒക്ടോബർ 14 രാത്രി 11 മണി വരെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് ഒക്ടോബർ 15 വരെ നിങ്ങൾക്ക് നടത്താവുന്നതാണ്. ഇനി ഓഫ്ലൈൻ ഫീ പേയ്മെൻറ്റാണ് മുമ്പുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഓഫ്ലൈൻ ഫീ പേയ്മെൻറ്റിൻ്റെ കാര്യം നോട്ടിഫിക്കേഷനിൽ ഒന്നും പറഞ്ഞിട്ടില്ല ആദ്യത്തെ ഒരു കേസിൽ. ഇപ്പോൾ ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഒക്ടോബർ 15 വരെ ചെയ്യാവുന്നതാണ്. കഴിവതും ഓൺലൈൻ പേയ്മെൻറ്റ് തന്നെയാണ് നല്ലത്. കഴിവതും നല്ല സിഗ്നൽ ഉള്ളപ്പോൾ, നെറ്റിൻ്റെയൊക്കെ നല്ല സിഗ്നൽ ഉള്ളപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും ബാക്കി കാര്യങ്ങളിലോട്ടൊക്കെ പോവാം. SSC GDയുടെ നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് എക്സാം മലയാളത്തിൽ കാണുമോ എന്നാണ്. അപ്പോൾ എക്സാം മലയാളത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് SSC പറഞ്ഞിരിക്കുന്നത്. കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ മലയാളം ലാംഗ്വേജിൽ കൂടെ ഉണ്ടായിരിക്കും. കഴിഞ്ഞ വട്ടത്തെ പോലെ ആദ്യം നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ, അതിനുശേഷം ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ്, പിന്നെ ഡീറ്റെയിൽഡ് മെഡിക്കൽ എക്സാമിനേഷൻ, പിന്നെ നമ്മുടെ റീമെഡിക്കൽ വരും. അതിനുശേഷം ഒരു ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. ഇത്രയുമാണ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ഘട്ടങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി വേക്കൻസികളുടെ എണ്ണവും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പലവരും പല രീതിയിൽ 1 ലക്ഷം വരും, 2 ലക്ഷം വരും എന്നൊക്കെ പറഞ്ഞ് വീഡിയോസ് ഇറക്കിയവരുണ്ട്. അപ്പോൾ SSC പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസി നില എന്ന് പറയുന്നത് ടോട്ടൽ 39,481 വേക്കൻസിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ വേക്കൻസി കൂടും. കാരണം SSC GDയുടെ മുൻ വർഷത്തെ റിക്രൂട്ട്മെൻറ്റുകൾ നോക്കിയാൽ തന്നെ ആദ്യം വരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള വേക്കൻസി ആയിരിക്കില്ല റിക്രൂട്ട്മെൻറ്റ് അവസാനിക്കാൻ നേരത്തുള്ളത്. എല്ലാ വട്ടവും ആ ഒരു വേക്കൻസി കൂടിയിട്ടാണുള്ളത്. ഇനി ഇതിൻ്റെ സാലറി ലെവലൊക്കെ നോക്കുകയാണെങ്കിൽ പേ ലെവൽ 1 പ്രകാരം 18,000 മുതൽ 56,900 രൂപ വരെ നിങ്ങൾക്ക് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിൽ സാലറി ലഭിക്കാം. അതേപോലെ ബാക്കി എല്ലാ പോസ്റ്റുകളിലേക്കും 21,700 മുതൽ 69,100 വരെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു സാലറി ലഭിക്കുന്നത്. ഇനി ഫോഴ്സ് പ്രകാരമുള്ള വേക്കൻസികളും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. BSFൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 13,306 വേക്കൻസിയാണുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 2,348 വേക്കൻസിയാണ് BSFൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. CASFൽ നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് ടോട്ടൽ 6,430 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 715 വേക്കൻസിയാണ് ഉള്ളത്. CRPFൻ്റെ കേസാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 11,299 വേക്കൻസിയാണുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 242 വേക്കൻസി മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി SSBയുടെ കേസ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 819 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് SSBയിൽ ഇപ്രാവശ്യം വേക്കൻസി ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ നേരത്ത് അറിയാം വേക്കൻസി റിപ്പോർട്ട് ആവുകയോ ഇല്ല എന്നുള്ളതൊക്കെ കാര്യങ്ങൾ. ITBPയുടെ കേസ് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 2,564 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 453 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആസാം റൈഫിൾസ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 1,148 വേക്കൻസി, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 100 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി SSFും NCBയും ആണുള്ളത്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. SSFിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 35 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 0 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. NCBയിലോട്ട് 11 വേക്കൻസിയാണ് മെയിൽ കാൻഡിഡേറ്റ്സിനുള്ളത്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വന്നിരിക്കുന്നത് 11 വേക്കൻസിയാണ് NCBയിലുള്ളത്. അങ്ങനെ ടോട്ടൽ നോക്കുമ്പോൾ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമുള്ള വേക്കൻസി 35,612 വേക്കൻസിയാണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് റിപ്പോർട്ടായിരിക്കുന്നത് 3,869 വേക്കൻസിയാണ് റിപ്പോർട്ടായിരിക്കുന്നത്. ഈ വേക്കൻസികൾ കൂടും.
ഇനി ഇപ്പോൾ അവർ തന്നെ അതിൻ്റെ താഴെ പറഞ്ഞിട്ടുണ്ട് വേക്കൻസികൾ ടെൻറ്റേറ്റീവ് ആണ്, ഇത് മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ വേക്കൻസികളെല്ലാം എല്ലാ സ്റ്റേറ്റുകാർക്കും ഓൾ ഇന്ത്യ ലെവലിലുള്ള വേക്കൻസിയാണ്. ഇനി ഇതിലൊരു ഡിവിഷൻ വരും, കേരളത്തിന് എത്ര വേക്കൻസിയാണ്, ഓൾ ഇന്ത്യ എത്ര വേക്കൻസിയാണ് എന്നുള്ള നിലയിൽ. അതൊക്കെ പിന്നീടായിരിക്കും വരുന്നത്. ഇനി ഏജ് ലിമിറ്റ്, എല്ലാവരും ചോദിച്ചൊരു കാര്യമാണ് ഏജ് ലിമിറ്റിൻ്റെ കാര്യം. അപ്പോൾ ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 1/1/2025 പ്രകാരമാണ് പ്രായം കണക്കാക്കിയിരിക്കുന്നത്. അതായത് ജനുവരി 1, 2025 ആകുമ്പോൾ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ ലഭിക്കുന്നതാണ്. കറക്റ്റ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 2/1/2002 മുതൽ 1/1/2007 വരെയുള്ളവർക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കാസ്റ്റ് ബേസ്ഡ് റിലാക്സേഷൻ നോക്കുകയാണെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം പ്രായത്തിൽ ഇളവ് ലഭിക്കും. OBCക്ക് 3 വർഷമാണ് പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ജനുവരി 1, 2025 18നും 23നും വയസ്സിനും ഇടയിലുള്ള എല്ലാവർക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ബാക്കി കേസുകൾ, സിലബസിൻ്റെ കേസുകളൊക്കെ നോക്കുകയാണെങ്കിൽ സിലബസിൻ്റെ കേസുകളിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ റിക്രൂട്ട്മെൻറ്റിൻ്റെ അതേ സിലബസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് തന്നെയാണ് ഇപ്രാവശ്യവും വന്നിരിക്കുന്നത്. ജനുവരി 1, 2025 മുൻപ് നിങ്ങൾ ഈ 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി NCC സർട്ടിഫിക്കറ്റുകൾക്ക് ഇൻസെൻറ്റീവ് ഉണ്ടോ എന്ന് വെച്ചാൽ NCC C സർട്ടിഫിക്കറ്റിന് നമ്മുടെ എക്സാമിനേഷനിൽ ലഭിക്കുന്ന മാക്സിമം മാർക്കിൻ്റെ 5% നിങ്ങൾക്ക് ബോണസ് മാർക്കായിട്ട് ലഭിക്കും. മാക്സിമം മാർക്കിൻ്റെ 5%. B സർട്ടിഫിക്കറ്റിന് മാക്സിമം മാർക്കിൻ്റെ 3%. NCC A സർട്ടിഫിക്കറ്റിന് മാക്സിമം മാർക്കിൻ്റെ 2% നിങ്ങൾക്ക് ഇൻസെൻറ്റീവായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ssc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഫോട്ടോയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ ഫീ വരുന്നത് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ. ആപ്ലിക്കേഷൻ ഫീയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന്, അതേപോലെ SC/ST കാറ്റഗറിയിൽ പെടുന്നവരെ, എക്സ് സർവീസ്മാൻമാരെയും ഈ ഒരു ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫീ പേയ്മെൻറ്റിൽ ഫീ നിങ്ങൾക്ക് UPI വഴിയോ നെറ്റ് ബാങ്കിങ് വഴിയോ കാർഡ് വഴിയോ ഒക്കെ പേ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി എക്സാം സെൻറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലൊക്കെ എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട്. കോട്ടയത്തുണ്ട്, കൊല്ലത്തുണ്ട്, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, അങ്ങനെ എല്ലാ ജില്ലകളിലും, എറണാകുളം ഉൾപ്പെടെയുള്ള എല്ലാ ജില്ലകളിലും നമുക്ക് ഈ ഒരു എക്സാമിന് സെൻറ്റേഴ്സ് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുക, നല്ലൊരു അവസരമാണ്. വേക്കൻസികളുടെ എണ്ണം ഇപ്പോൾ നോക്കണ്ട, നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ ഒരു വേക്കൻസി മതി, അത് നോക്കേണ്ട കാര്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാനലിൽ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ഉൾപ്പെടെ ഒരുപാട് പേരെ ഫോഴ്സുകളിൽ നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ. അപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകൾ ഉടനെ തന്നെ സ്റ്റാർട്ടാവുന്നതാണ്. 1000-ൽ താഴെയുള്ള ഒരു ഫീസായിരിക്കും നമ്മൾ ചാർജ് ചെയ്യുന്നത് ടോട്ടൽ കോഴ്സിന്. അതായത് നിങ്ങൾക്ക് ഈ പരീക്ഷ നടക്കുന്നത് വരെ, പരീക്ഷ നിങ്ങൾ എഴുതുന്ന വരെ നിങ്ങൾക്ക് പഠിക്കാൻ 1000 രൂപയിൽ താഴെ മാത്രമേ നമ്മൾ ഫീസ് ചാർജ് ചെയ്യുന്നുള്ളൂ. ഇനി കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ സിലബസ് വരുന്നത് പഴയ ഇത് തന്നെയാണ്. റീസണിങ്ങിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്കിനാണ്. ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 0.25 നെഗറ്റീവ് മാർക്കിംഗ് ആണുള്ളത്. അതായത് നിങ്ങൾക്ക് 4 ശരികളും ഒരു തെറ്റും വന്നാൽ അതിൻ്റെ 0.25 കട്ടാവുന്നത്. 1/4 വെച്ചാണ് നിങ്ങളുടെ നെഗറ്റീവ് കട്ടാകുന്നത്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിച്ച മാർക്കിൽ നിന്ന് 1 മാർക്ക് പോകും. അപ്പോൾ റീസണിങ്ങിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ജനറൽ നോളജ് ആൻഡ് അവയർനെസ്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്, മാത്തമാറ്റിക്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ടോട്ടൽ 80 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാമിനുള്ളത്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടൈം 60 മിനിറ്റ് മാത്രമാണ്. അതായത് ഒരു ക്വസ്റ്റ്യന് നമുക്ക് 1 മിനിറ്റ് പോലും തികച്ച് ഇല്ല. അതുകൊണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉള്ള ഒരു എക്സാം അല്ല, നല്ല ടഫായിട്ടുള്ള ഒരു എക്സാം തന്നെയാണ്. ട്രിക്കും അതേപോലുള്ള കാര്യങ്ങളും വെച്ച് പഠിച്ചാൽ മാത്രമേ നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ക്ലാസ്സുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ ഞാൻ നമ്പർ കൊടുത്തേക്ക്, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ തന്നെ SSCയുടെ ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇംഗ്ലീഷ് എന്നുള്ള സെക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാ സെക്ഷനും നമുക്ക് മലയാളത്തിൽ തന്നെ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇനി ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സിലബസ് പറഞ്ഞിട്ടുണ്ട്, പഴയ സിലബസ് തന്നെയാണ്. ഇനി ഫിസിക്കൽ ടെസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് വരുന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ ഓട്ടം തന്നെയാണ് 24 മിനിറ്റിൽ, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 1.6 കിലോമീറ്റർ ഓട്ടം 8.5 മിനിറ്റാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഹൈറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 170 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഇനി എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഹൈറ്റിൽ ആർക്കെങ്കിലും റിലാക്സേഷൻ ഉണ്ടോ എന്നുള്ളത്. ST കാറ്റഗറിയിൽ പെടുന്ന കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ഹൈറ്റിൽ റിലാക്സേഷൻ ലഭിക്കുന്നത്. അതായത് ST കാറ്റഗറിയിൽപ്പെട്ട മെയിൽ കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്റർ മതി ഹൈറ്റ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 150 സെൻറ്റിമീറ്റർ മതി ഹൈറ്റ്. ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 170 സെൻറ്റിമീറ്റർ മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ 157 സെൻറ്റിമീറ്റർ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും ഉണ്ടായിരിക്കുന്നുണ്ട്. ഹൈറ്റിൻ്റെ കാര്യത്തിൽ SSC GDയുടെ റിക്രൂട്ട്മെൻറ്റ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇനി ചെസ്റ്റിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ 80 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത്, എക്സ്പാൻഷൻ വേണ്ടത് 5 സെൻറ്റിമീറ്റർ ആണ്. ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ് ആണെങ്കിൽ നമുക്ക് 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് മതി. വെയ്റ്റൊക്കെ നമ്മുടെ ഇതിനനുസരിച്ചുള്ള ഹൈറ്റിനനുസരിച്ചുള്ളൊരു വെയ്റ്റ് മതി. അപ്പോൾ ഇത്രയും ആണ് മെയിനായിട്ടുള്ളൊരു ഡീറ്റെയിൽസ് ഇതിലുള്ളത്. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല എഫേർട്ട് ഇട്ട് ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നതാണ് നല്ലത്. നല്ല വേക്കൻസി ഇനിയും കൂടും, നല്ലൊരു അവസരമാണ്, പെർമനൻറ്റ് ജോബാണ്. നമുക്ക് അഗ്നിവീർ പോലെയല്ല, കോൺസ്റ്റബിൾ റിക്രൂട്ട്മെൻ്റ് ആണ്, നമുക്ക് 10ാം ക്ലാസ് ഇത് മതി. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിൽ പഠിച്ച് നിങ്ങൾക്ക് ജോലി ലഭിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്രയും ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് നമ്മുടെ ചാനൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. 2018 മുതൽ നമ്മുടെ ചാനൽ ഇതിന് ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേര് ഫോഴ്സിൽ എത്തിയിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുന്ന താഴെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് അപ്ലൈ ചെയ്ത് തുടങ്ങുക. പ്രത്യേകിച്ച് SSCയുടെ റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് സൈറ്റ് പെട്ടെന്ന് തന്നെ ബിസി ആകുന്നതാണ്. ഇനി എക്സാം എന്ന് വരും എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ജനുവരിയിലോ ഫെബ്രുവരിയിലോ 2025 ജനുവരിയിലോ ഫെബ്രുവരിയിലോ മാത്രം എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്.